നോക്കാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ ജി ഡിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജി കെ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്ട്രാ ഫാക്റ്റും നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോർട്ട് ഇയർ. ഏത് വർഷമാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത് എന്നാണ്. ഏത് വർഷമാണ്? 1761 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത് എപ്പോഴാണ്? 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത്. ഇത് ആരൊക്കെ തമ്മിലായിരുന്നു? മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയുമാണ്. ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയുമാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലെ എതിരാളികൾ. മുഗൾസിന്റെ ഭരണം ആരംഭിക്കുന്നതും ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന് ശേഷമാണ്. ഇനി സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്താണ്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നത്. അത് ആരൊക്കെ തമ്മിലായിരുന്നു? അക്ബറും ഹേമുവും തമ്മിലായിരുന്നു. നെക്സ്റ്റ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആണ്. അത് 1761 1761 അത് ആരൊക്കെ തമ്മിലായിരുന്നു? മറാത്താസും അതുപോലെ തന്നെ ദുരാനീസുമാണ്. 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഏറ്റുമുട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഒരുമിച്ച് വരുന്നതിനാണ് ബൈക്യാമറലിസം എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യ ഒരു ബൈക്യാമറലിസം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. അപ്പം ഇതില് ഈ ഫോളോയിങ് ഓപ്ഷൻസിൽ ഏതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തമിഴ്നാട്, പഞ്ചാബ്, സിക്കിം, ഗോവ. ഇതിലേതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ളത്? തമിഴ്നാടിനാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് എ ടെനർ ഓഫ് ഡാഷ് ഇയേഴ്സ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കാലാവധി എത്ര വർഷമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 വർഷം, 4 വർഷം, 2 വർഷം, 6 വർഷം. 5 വർഷം, 4 വർഷം, 2 വർഷം, 6 വർഷം. ഏതാണ്? 5 വർഷമാണ് വൈസ് പ്രസിഡന്റിന്റെ കാലാവധി. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ കാലാവധിയും എത്ര വർഷമാണ്? 5 വർഷമാണ് കാലാവധി. വൈസ് പ്രസിഡന്റിനും സെയിം കാലാവധിയാണ്. 5 വർഷമാണ് അവരുടെ കാലാവധി. ഓക്കെ, അപ്പൊ 5 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വൈസ് പ്രസിഡന്റിന് മറ്റൊരു ചുമതലയുണ്ട്. വൈസ് പ്രസിഡന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചുമതലയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The Defense Minister of India during the India-China War of 1962. 1962 ഇന്ത്യ ചൈന വാറിന്റെ ടൈമിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ എ വരുന്നത് RN ഥാപ്പർ, ഓപ്ഷൻ ബി VK കൃഷ്ണമേനോൻ, ഓപ്ഷൻ സി ഗോവിന്ദ് വല്ലഭ് പന്ത്, ഓപ്ഷൻ ഡി ജഗ്ജീവൻ റാം. ആൻസർ ഏതാണ് വരുന്നത്? VK കൃഷ്ണമേനോനാണ് ആൻസർ ആയിട്ട് വരുന്നത്. VK കൃഷ്ണമേനോനായിരുന്നു 1962 ഇന്തോ ചൈന വാറിന്റെ ടൈമിൽ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ആ ടൈമിലെ ആർമി ചീഫ് ആയിരുന്നു ആര്? RN ഥാപ്പർ ആരായിരുന്നു? ആർമി ചീഫ് ആയിരുന്നു. നെക്സ്റ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത് ആരായിരുന്നു? അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണ്. ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ആര്? ഗോവിന്ദ് വല്ലഭ് പന്ത്. നെക്സ്റ്റ് വരുന്നത് ജഗ്ജീവൻ റാം ആണ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണ്. ബീഹാറിൽ നിന്നുള്ള ഒരു ദളിത് പൊളിറ്റീഷ്യൻ ആയിരുന്നു ആര്? ജഗ്ജീവൻ റാം. ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ആരാണ്? VK കൃഷ്ണമേനോൻ ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, അറ്റ് വിച്ച് പ്ലേസ് ഗാംഗസ് ഒറിജിനേറ്റ് ഫ്രം ദ കോഇൻഫ്ലുവൻസ് ഓഫ് ദ ഭഗീരഥി ആൻഡ് അളകനന്ദ റിവർ. അളകനന്ദ റിവറും അതുപോലെ തന്നെ ഭഗീരഥി റിവർ ഏതാണ്? ഗംഗാ റിവറിന്റെ ഉത്ഭവത്തിലുള്ള പേരാണിത്, ഭഗീരഥി റിവർ. ഈ അളകനന്ദ റിവറും ഭഗീരഥി റിവറും കോഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓപ്ഷൻ എ ദേവപ്രയാഗ്,
ഓപ്ഷൻ ബി രുദ്രപ്രയാഗ്, ഓപ്ഷൻ സി കർണപ്രയാഗ്, ഓപ്ഷൻ ഡി ഗംഗോത്രി. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അളകനന്ദ റിവറും അതുപോലെ തന്നെ ഭഗീരഥി റിവറും കോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലം, അതിന് പറയുന്നതാണ് ദേവപ്രയാഗ്. ദേവപ്രയാഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ രുദ്രപ്രയാഗ് ഏതാണ്? രുദ്രപ്രയാഗില് അളകനന്ദയും അതുപോലെ തന്നെ മന്ദാകിനി റിവറും, അളകനന്ദ റിവറും മന്ദാകിനി റിവറും കോഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എവിടെ? രുദ്രപ്രയാഗിൽ. രുദ്രപ്രയാഗിലാണ് കേദാർനാഥ് ടെമ്പിൾ ഒക്കെ വരുന്നത്. എവിടെയാണ്? രുദ്രപ്രയാഗിലാണ്. നെക്സ്റ്റ് കർണപ്രയാഗാണ്. കർണപ്രയാഗിൽ ഏതൊക്കെയാണ്? അളകനന്ദ റിവറും അതുപോലെ തന്നെ പിണ്ടാർ റിവറും, അളകനന്ദയും പിണ്ടാർ റിവറും കോഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ഥലമാണിത് കർണപ്രയാഗ്. ഗംഗോത്രി എന്താണ്? ഗംഗോത്രി ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ഇന്റേണൽ ഇയർ ഈസ് റിലേറ്റഡ് ടു ഹിയറിംഗ്? കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഇന്റേണൽ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വെസ്റ്റിബുലൈ, കോക്ലിയ, സ്കേല മീഡിയ, സ്കേല ടിംപേനി. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? കോക്ലിയാണ് കേൾവിക്ക് സഹായിക്കുന്ന അവയവം എന്ന് നമ്മൾ പറയുന്നത്. ചെവിയുടെ ഭാഗത്തു നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ചെവിയിൽ എത്ര ബോൺസ് ഉണ്ട്, ചെവിയിൽ എത്ര അസ്ഥികൾ ഉണ്ടെന്ന്. 3 അസ്ഥികളാണ് ചെവിയിൽ വരുന്നത്. ഏതൊക്കെയാണ്? മലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് 3 അസ്ഥികളാണ് ചെവിക്ക് ഉള്ളിൽ വരുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഇത് സ്റ്റേപ്പിസ് വരുന്നത്. ഓക്കെ, ബാക്കി സ്കേല മീഡിയയും കോക്ലിയയുടെ ഒരു ഭാഗമാണ്. കോക്ലിയ ഡക്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് സ്കേല മീഡിയ, അതുപോലെ തന്നെ സ്കേല ടിംപേനി. വെസ്റ്റിബുളൈ എന്താണ്? വെസ്റ്റിബുളയും ഇന്നർ പാർട്ടിലുള്ള ചെവിയുടെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പെനിൻസുലർ റിവർ ഇൻ ഇന്ത്യ? ലാർജസ്റ്റ് പെനിൻസുലർ റിവർ, ഇന്ത്യയിലെ ലാർജസ്റ്റ് പെനിൻസുലർ റിവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെനിൻസുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങളും കടലിനാൽ അഥവാ വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് പെനിൻസുലർ നമ്മൾ പറയുന്നത്. ആ പെനിൻസുലർ ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് റിവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണ, മഹാനദി, ഗോദാവരി, കാവേരി. കൃഷ്ണ, മഹാനദി, ഗോദാവരി, കാവേരി. ഏതാണ് ലാർജസ്റ്റ് റിവർ? ഗോദാവരിയാണ് ലാർജസ്റ്റ് റിവർ. പെനിൻസുലർ ഇന്ത്യയിൽ ലാർജസ്റ്റ് റിവർ വരുന്നത് ഏതാണ്? ഗോദാവരിയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഏതാണ്? കൃഷ്ണ റിവർ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ. കൃഷ്ണ റിവർ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ. ഫസ്റ്റ് ലാർജസ്റ്റ് ഏതാണ്? ഗോദാവരി റിവർ ആണ്. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരും, നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. പെനിൻസുലർ ഇന്ത്യയിലെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണ്? വെസ്റ്റ് ഫ്ലോയിങ് റിവർ. ആ വേർഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വെസ്റ്റ് ഫ്ലോയിങ്ങിൽ ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണ്? നർമ്മദയാണ്. നർമ്മദ റിവർ ആണ് വെസ്റ്റ് ഫ്ലോയിങ്ങില് ഏറ്റവും നീളം കൂടിയ നദി. ഓക്കെ, വെസ്റ്റ് ഫ്ലോയിങ് എങ്ങോട്ടാണ്? അറബിക്കടലിൽ ചെന്ന് ചേരുന്ന റിവറുകളാണ് ഇത് വെസ്റ്റ് ഫ്ലോയിങ് റിവറുകൾ. ഈസ്റ്റ് ഫ്ലോയിങ് റിവറുകൾ ആയിട്ടുള്ള ഗോദാവരി, കൃഷ്ണയൊക്കെ എവിടെയാണ് ചെന്ന് ചേരുന്നത്? ബേ ഓഫ് ബംഗാളിലാണ് ചെന്ന് ചേരുന്നത്. ഇത്രയൊക്കെയാണ് 2022 GDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ്. GKയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിങ് അടുത്തെത്താനായി. ഓക്കെ, താങ്ക് യു.